സൂറത്തുൽ ഹജ്ജിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. അല്ലാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ബലിമൃഗങ്ങൾ. ബലിമൃഗങ്ങൾ എന്താണ്? അല്ലാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ആരാണോ അല്ലാഹുവിന്റെ അടയാളത്തെ ബഹുമാനിക്കുന്നത് അത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായ തഖ്വയുടെ പുറത്തേക്കുള്ള പ്രതിഫലനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തരാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടയാളങ്ങളാണ് ബലിമൃഗങ്ങൾ. അവയെ അറുക്കുമ്പോൾ തന്നെ നാം അതിനെ ബഹുമാനത്തോടെ ആദരവോടെ അറുക്കേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില അറവുകാരൊക്കെ ബലിമൃഗങ്ങളെ തെറി പറഞ്ഞിട്ടൊക്കെ അറക്കാറുണ്ട്. കർശനമായി നിരോധിക്കണം പള്ളി കമ്മിറ്റി. അറക്കാൻ വരുന്ന അറവുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ജോലി മാത്രമാണ്, അവർക്കതൊരു കർമ്മമല്ല. അവർ പലപ്പോഴും അതിനോട് ബഹുമാനക്കേട് കാണിക്കാറുണ്ട്, അതിനെ അടിക്കാറുണ്ട്. പലപ്പോഴും ചെയ്യരുത്. അള്ളാഹുവിന്റെ അടയാളമാണ്, ബഹുമാനം അർഹിക്കുന്നതാണ്, തഅ്ദീം അർഹിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ബലിമൃഗങ്ങൾ, ഉരുക്കൾ എന്ന് പറയുന്നത്. അവയെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അവയെ നിന്ദിക്കുന്നതായ പ്രവർത്തനങ്ങളോ നിന്ദിക്കുന്നതായ സംസാരങ്ങളോ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാവരുത്. അറവുകാരെ ഏൽപ്പിക്കുമ്പോൾ പള്ളി കമ്മിറ്റി പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാമിന്റെ കർമ്മമാണ്, അതിന്റെ മര്യാദ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വരാനൊരു മടിയൊക്കെ കാണിക്കുമ്പോ ഈ പല അറവുകാരും പച്ചത്തെറി എന്ന് പറയുന്നേക്കാം, വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് ഈ മൃഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കാണാം. പാടില്ല. അള്ളാഹുവിന്റെ കോപശാപങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ